ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രത്തെ കുറിച്ചാണ്. അതിഥി എത്തിയിരിക്കുന്നത് ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സർ, നമ്മള് ഡിപ്രഷനെ കുറിച്ച്, വിഷാദ രോഗങ്ങൾ, അപ്പൊ ഈ വിഷാദ മാനസികമായിട്ടുള്ള രോഗങ്ങൾ സൈക്കോളജിസ്റ്റ് പറയുന്നത്, എന്റെ ഗുരു എന്ന് പറയുന്നത് ഡോക്ടർ വി. രഞ്ജിത്താണ്, സൈക്കോളജിസ്റ്റ് ആണ്. അവനോട് ഞാൻ ഈ വിഷയത്തിലോട്ട് എനിക്ക് കുറച്ച് പറയാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് മാനസിക രോഗങ്ങളിൽപ്പെട്ട ഏറ്റവും ചെറിയ രോഗമാണ് വിഷാദ രോഗം, ഡിപ്രഷൻ. അപ്പൊ ഈ ഡിപ്രഷൻ ഉള്ളവരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുന്നത്. പക്ഷെ സിസോഫാനി എന്ന് പറയുന്ന ഹൈ ലെവലിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ഇത് ഉണ്ടാകുന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഏതാണ്? അപ്പൊ അത് വീടുമായിട്ടോ വീടും പരിസരത്തിന്റെയും പ്രശ്നങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പിന്നെ ചില ആൾക്കാർക്ക് പറയപ്പോഴത്തേക്ക്, നേരത്തെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ രമ്യ, എന്താണ് ഈ എല്ലാത്തിനെയും എന്തൊന്ന് അവജ്ഞയോട് കാണുന്ന നിഷേധാത്മക കുറിച്ച്. അപ്പൊ ചില വ്യക്തികൾ എന്തിനും ഏതിനും, ഏതൊരു കാര്യത്തിനും, ഏതൊരു സംരംഭത്തിനും ഇറങ്ങി പുറപ്പെടും. ഒരു ബിസിനസ്സിനായിരുന്നാലും ജോലിക്കായിരുന്നാലും നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഏതൊരു കാര്യത്തിനും ഒരു മുൻവിധി, ഇത് നടക്കില്ല, പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് പൊയ്ക്കളയാം. ആ ഒരു നിഷേധാത്മകമായ, അതെ, അത് ആദ്യം ആ ഒരു നിഷേധാത്മകമായ നിലപാടിനെ മാറ്റി വെച്ചിട്ട് എന്തിനു പോയാലും നമ്മൾ പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവണമെങ്കിൽ വീടിന് ജീവൻ ഉണ്ടാവണം. വീടിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ഫെങ്ഷൂയി ചെയ്യണം. ഫെങ്ഷൂയി ചെയ്താൽ മാത്രമേ അവിടെ ജീവൻ ഉണ്ടാവും. വീടിന് വാസ്തു എന്ന് പറയുന്ന വാസ്തവം അവ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ അവശേഷിക്കാതെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ ഫെങ്ഷൂയുടെ പ്രചോദനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കുറെ സാധനങ്ങളോ തകിടോ കൂടോ യന്ത്രങ്ങളോ, ഞാനൊന്നും എതിരല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. ഒരിക്കലും ആരോടും ഒരു എതിർപ്പില്ല. കള്ളത്തരങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല. മനുഷ്യൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ദയനീയമായി മുഖങ്ങളോട് കൂടിയിട്ടാണ് എന്നെ നോക്കുന്നത്. പല സ്ഥലത്തും പോയിട്ടുള്ളത്. അപ്പൊ ആ ദയനീയത കാണപ്പെടുത്തേക്ക് ആ ദയനീയതയെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത് ഒരു കാരണവശാലും. സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ പറയണം. ഓക്കെ സാർ, വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മാഡം, ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് റിഷാൽ എന്നാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. നമസ്കാരം സാർ. നമസ്കാരം, പറയൂ സാറേ. ഇത് ഞാൻ ചോദിച്ചത്, കാരണം വീട്ടില് എക്വറിയം വെക്കുന്നതിന് സ്ഥാനം അങ്ങനെ എന്തുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായും. വടക്ക് വശത്താണല്ലോ അക്വേറിയം വെക്കേണ്ടത്. എക്വറിയം വെക്കേണ്ടത് വടക്ക് വശത്താണ്. 8 ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്കുമാണ് നല്ലത്. പക്ഷെ ചില ആൾക്കാർ വാസ്തുവിൽ പറയുന്നുണ്ട്, വാസ്തുവിശ്വാസം അനുസരിച്ച് പറയുന്നുണ്ട്, വീട്ടിനകത്ത് ഫിഷിനെ വളർത്താൻ പാടില്ല. നമ്മൾ വളർത്തുന്നത്, നമ്മൾ ഭക്ഷിക്കുന്ന ഫിഷിനെ അല്ല വെക്കുന്നത്, അലങ്കാര മത്സ്യങ്ങൾ. അതിനെ നമുക്ക് വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ബിസിനസ് വളരെയധികം അഭിവൃദ്ധിപ്പെടും. അവിടെ താങ്കൾ വടക്ക് വശത്ത് വെച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. അഥവാ വടക്ക് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് വെക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചാൽ വളരെയധികം നന്ദി. സാർ, ഇപ്പം വരുമാനത്തിൽ കവിഞ്ഞ ചെലവ് അങ്ങനെ വരുന്നുണ്ട്. അതായത് സാമ്പത്തിക നഷ്ടമുണ്ട്, വരുമാനത്തിൽ അധികം ചെലവ്. അതെന്തുകൊണ്ടായിരിക്കും വരുന്നത്? അതിനെ ഫെങ്ഷൂയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം? തീർച്ചയായും ഫെങ്ഷൂയിലെ റെമഡികളേ ഉള്ളൂ. ഫെങ്ഷൂ എന്ന് പറയുന്നത് കലയും ശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന ഒരു സമ്മേളനം തന്നെയാണത്. അത് ക്ലാസിക് ടച്ചിലൂടെ നല്ല താളാത്മകമായ ഒരു ഊർജ്ജത്തിന്റെ ഫ്ലോ ആണത്. അത് നമ്മൾ കണ്ണുകൊണ്ട് ഒരു സ്ഥാപനത്തിലോ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ ഒരു വീട്ടിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലുള്ള ചീയാണ് കടന്നു വരുന്നത്. വിഷാസ്ത്രങ്ങൾ, പോയ്സൺ ആരോസ്, നെഗറ്റീവ് എനർജികളുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത്രയും ആയിരക്കണക്കിന് വീട്ടിൽ പോയിട്ടുള്ളവർ വളരെയധികം ഗൗരവമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇവർ വീട്ടിനകത്തോട് കയറി ചെല്ലപ്പെടുത്തേക്ക് എന്താണെന്ന്. ശരിക്കും ഒരു വീട്ടിൽ കയറി ചെന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ഫാമിലി കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് വരാം സാർ. വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സെലീന, കോഴിക്കോട് നിന്നാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ, പറയൂ. എന്റെ വീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. പിന്നെ വീട് റോഡിൽ നിന്ന് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും വന്ന് വീട് പണിത് വന്നിപ്പോ 7 വർഷമായി. ഇതുവരെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് കഴിഞ്ഞ വർഷം പിന്നെ സാർ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു ഈ രാജവീതിയിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്നതിന്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് സത്യമാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തോട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ ഇടക്ക് അതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇറങ്ങപ്പെടുത്തേക്ക് എന്നെ വിളിക്കും, ഞാൻ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വിളിച്ചാൽ വളരെയധികം നന്ദി. ഒന്നാമത് ടെൻഷൻ ആയിട്ടിരിക്കുന്നു, അതിനിടയിൽ കൂടി ഞാൻ കൂടെ പറഞ്ഞ് ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. സത്യമാണ്. തീർച്ചയായും റെയിൽവേ ട്രാക്കിന്റെ അവിടെ റോഡിൽ നിന്ന് ഒരുപാട് താഴ്ന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെ ഇവിടെ ഒരിക്കലും കരകയറ്റം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കേരളത്തിൽ പിന്നെ എവിടെ വീട് വെക്കുന്നു ചോദിക്കും, അത് ചോദ്യം വേറെ, അതവിടെ ഇരിക്കട്ടെ. അതിലെന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് ഇപ്പൊ വീടിന്റെ ഇങ്ങനെ വെച്ച് പോയി വെച്ച് പോയെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയി റെമഡികൾ ചെയ്യാം.
ഫെങ്ഷുയി റെമഡികൾ ചെയ്തിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് ധനാത്മക ഊർജ്ജം ശരിക്കും നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്ന രീതിയിലുള്ള ശരിക്കും ധനാത്മക ഊർജ്ജം കടന്നു വരുന്ന ടൂൾസുകളും മറ്റു ഉപകരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ ടൂൾസ് വെക്കാതെയൊക്കെ നല്ല റെമഡികൾ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ഫെങ്ഷുയിയുടെ ഓക്കെ. നമ്മളിപ്പം സാമ്പത്തിക നഷ്ടം അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു വീട്ടിൽ കയറി ചെന്നതിന് ശേഷം ആ വീട്ടിലുള്ള 4 or 5 വ്യക്തികളുണ്ടെന്നിരിക്കട്ടെ, പരസ്പരം സംസാരിക്കാനോ എടുക്കാനോ കഴിയാത്ത, പരസ്പരം കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ കഴിയാത്ത വീർപ്പ് മുട്ടി കഴിയുന്ന ഒരു കുടുംബത്തിലോട്ടോ ആയിരിക്കും ഞാൻ കയറി ചെല്ലുന്നത്. അപ്പൊ ശരിക്കും പറയുന്നത് ഇവർക്കെല്ലാം സംസാരിക്കാനുള്ള ഒരു വേദി കിട്ടുന്നില്ല. ആദ്യമെല്ലാം എല്ലാവരും വളരെയധികം ദയനീയമായിട്ടോ അകംഭാവത്തോടെ വളരെ ഈഗോട്ടോ ഇയാളെ പൈസ കിട്ടാമെന്ന് ആ ഒരു അവസ്ഥയിൽ നിൽക്കും. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഏകദേശം ഒരു 40 സെക്കൻഡ് ആവുമ്പോഴത്തേക്ക് തന്നെ ഇവരെന്റെ പിന്നാലെ വന്ന് കാര്യങ്ങൾ ചോദിക്കുകയും അവസാനം എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തിയിട്ട് നമുക്കൊരു സംസാരിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു കൗൺസിലിംഗ് നടത്താൻ ശരിക്കും പറഞ്ഞ ഒരു ഫെങ്ഷുയി ഹീലിംഗ് ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റം. ഒരു ആളിന് മനഃശാസ്ത്രപരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഓടി ചെന്നിട്ടാണെങ്കിൽ ഒരു തകടും കൂടിയും കെട്ടി എഴുതാൻ കഴിയും. അപ്പൊ എല്ലാ ദിവസവും പോയിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വളർന്നു വരുന്നത്. ഓക്കെ, ഇതിലേക്ക് വരാം സാർ. വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറയൂ. ഹലോ, എന്റെ പേര് ബെൻസൺ എന്നാണ്. എവിടെ നിന്നാണ്? വീട് ആലപ്പുഴ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഹലോ സാർ. പറയൂ സാറേ, എന്റെ വീടിന്റെ ദർശനം പടിഞ്ഞോട്ടാണ്. വീടിന് നേരെ തെക്കുവശത്ത് മാറി ഒരു ബാത്റൂം ഉണ്ട്. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലക്കൊരു പട്ടിക്കൂടുമുണ്ട്. ഇത് ദോഷമാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അതായത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറ് വശത്ത്, അതായത് നമ്മുടെ ഒരു വിശ്വാസമാണ് ഈ പറയുന്നതെല്ലാം. അതിൽ എന്തുമാത്രം സത്യസന്ധത ഉണ്ടെന്നുള്ള കാര്യം വരും തലമുറ കണ്ടുപിടിക്കട്ടെ. എന്തായാലും മാറ്റങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷെ തെക്ക് പടിഞ്ഞാറോട്ട് വീട് നോക്കിയിരിക്കുന്നു, തെക്ക് വശാരും നിൽക്കുന്നു. തെക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ ഗേറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായിട്ട് ദാമ്പത്തികമായിട്ട് അങ്ങനെ പറയേണ്ട എല്ലാ രീതിയിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വാസങ്ങൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. 50,000 വീടുകളിൽ പോയിട്ടുള്ള 10 വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട്. അത് സത്യമായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വരും തലമുറ കണ്ടുപിടിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് പട്ടിക്കൂട് നിൽക്കുന്നു. അപ്പൊ പട്ടിക്കൂടിന്റെ സ്ഥാനമല്ലത്, വിദ്യയുടെയും ബുദ്ധിയുടെയും കുടിവെള്ളത്തിന്റെ സ്ഥാനത്താണ് പട്ടിക്കൂട് നിൽക്കുന്നത്. ആ വീട്ടിലെ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പക്ഷെ നമുക്ക് അതായത് ചെറിയ ആശയങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഈ ആശയങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ചെറിയ ആശയങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒരുപാട് ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് നമ്മളത് മാറ്റുകയോ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലവും പരിസരവും കാണാതെ ഫെങ്ഷുയി ചെയ്യാൻ കഴിയില്ല. ഒരു ഡ്രോയിങ് എനിക്ക് അയച്ചു എന്ന് വെച്ചിട്ട് അതിൽ എന്താണ് ഏതാണെന്ന് പറഞ്ഞുതരാൻ കഴിയില്ല. ശരിക്കും വിളിച്ച് കാണിച്ചാൽ അപ്പോൾ എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. എന്തായാലും ട്രാവലിംഗ് ചാർജ് ഒന്നും കിട്ടാൻ എനിക്ക് വരാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ വിളിച്ച് കാണിച്ചാൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് 100% ചൈതന്യത്തിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് ഉള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഫെങ്ഷുയി. കലയും ശാസ്ത്രവും സമന്വയിക്കുന്ന ഫെങ്ഷുയി. അത് നമ്മൾ ചെയ്യണം, ഉൾക്കൊള്ളണം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നങ്ങളായി അവശേഷിക്കാതെ അവ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയി ചെയ്യണം. വാസ്തു ചെയ്തിട്ടുള്ള വീട്ടിൽ പോലും വാസ്തു എന്ന് പറയുന്ന സ്കെച്ചർ മാത്രമാണ്. ഇത് ഫെങ്ഷുയിലോട്ട് നമ്മൾ കടന്നു വരണം. ഒരു യന്ത്രമോ തന്ത്രമോ പൂജകളോ ഒന്നുമില്ലാതെ നമുക്ക് ഫെങ്ഷുയി ചെയ്യാം. താളാത്മകമായിട്ട് നമുക്ക് നല്ല ഊർജ്ജത്തിനെ ആവാഹിച്ച് നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ കഴിയും. സത്യമാണ് പറയുന്നത്, അനുഭവങ്ങളാണ് എന്നെ കൊണ്ട് പറയുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മള് സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച്, അതെ, സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ ചെലവ്, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു വീട്ടിൽ ചെന്ന് സാർ അതിന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു കിണർ നിൽക്കുന്ന കക്കൂസ് പട്ടിക്കൂട് നിൽക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണെന്ന്. അപ്പൊ ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ് വിദ്യയുടെയും ബുദ്ധിയുടെയും കുടിവെള്ളത്തിന്റെ സ്ഥാനം. എല്ലാവർക്കും അറിയാം കിണറിന്റെ സ്ഥാനം അതാണ്, കിഴക്കാണെന്നറിയാം. അപ്പൊ അവിടെ കൊണ്ട് പട്ടിക്കൂട് വെച്ചുള്ള സ്ഥിതിയോ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് അത് വെൽത്ത് ഉണ്ടാകുന്നത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് ഭാഗത്തുനിന്നും അത് സൂക്ഷിക്കപ്പെടേണ്ടത് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്തുമാണ്. തെക്ക് നിന്ന് വടക്കോട്ട് തിരക്കുന്നത്. അപ്പൊ അവിടെ കംപ്ലീറ്റ് തുറന്നു കിടക്കുന്നു. ഇപ്പൊ തന്നെ ഇന്നലെ ഞാൻ എൻ്റെ അടുത്തൊരു വീട്ടിൽ പോയിരുന്നു, നമ്മുടെ ഈ പട്ടത്ത് അവിടെ പോയിരുന്നു. അപ്പൊ അവിടെ അതിനുള്ള കറക്ഷൻ ചെയ്യാനുള്ള റെമഡികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് ചെയ്ത് മാറ്റി. ഒത്തിരി ഫാക്ടറികൾ ആലുവയിലുള്ള നമ്മുടെ പേര് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുത്തെ ഗേറ്റ് എങ്ങനെയല്ല പ്രാണ എന്ന് പറയുന്ന കോക്കനട്ട് ഓയിൽ ഇന്നിപ്പോ പ്രശസ്തമായിരിക്കും. അലി മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷുയിൽ വിശ്വസിക്കുന്നവർക്ക് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ജാതിയോ മതിയോ വർഗ വിഭജനം ഒന്നുമില്ല. എല്ലാവർക്കും ഫെങ്ഷുയി ചെയ്യാം. കാരണം അതിനകത്ത് പൂജയോ തന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഒന്നുമില്ല. ഇല്ലാത്ത രീതിയിൽ വളരെ ഒരു ഇന്റീരിയൽ ഡിസൈൻ നമ്മൾ ചെയ്യും പോലെ നല്ല ഒരു മനഃശാന്തതയ്ക്കും സമാധാനത്തിനും മനുഷ്യന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഫെങ്ഷുയി ചെയ്യാം. ആ ഫെങ്ഷുയിലൂടെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക്. പിന്നെ ഞാൻ പോയിട്ടുള്ള 1000-ൽ ഓരോ വീടുകളിൽ അങ്ങനെ ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ലായിരിക്കും. അപ്പൊ അത്
എല്ലാം എന്താ പറയുക അവരവരുടെ മൈൻഡിന്റെ മനസ്സിന്റെ 100-90 സംഭവിച്ചിട്ടുണ്ട്, 1-2 വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ സാർ, നമുക്ക് ഗൃഹപാഠത്തിന്റെ സമയം പൂർണ്ണമായി. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ മാസം അവസാനം തിങ്കളാഴ്ച വീണ്ടും ഞാൻ വരും. അതെ, ഫെങ്ഷുയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.